ഹലോ, ലെറ്റൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ ദിവസമായിട്ട് നമ്മൾ വീഡിയോ കിട്ടിട്ട് പിന്നെ ഞാനിവിടെ ഒരു കാട മുട്ട ഫ്രൈ ആണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ ബീച്ച് സൈഡിലൊക്കെ കിട്ടുന്ന പോലത്തെ കാടമുട്ട ഫ്രൈ ഈസി ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അത് ചിലർക്കൊക്കെ അറിയായിരിക്കും. 10 ഇപ്പൊ ഇതിലുള്ളത്. അതിൽ ഒരെണ്ണം ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. ഇതിപ്പോ ഞാൻ പുഴുങ്ങിയതിന് ശേഷം തോലൊക്കെ കളഞ്ഞു വെച്ചതാണ് കേട്ടോ. അപ്പൊ ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടിയിൽ നന്നായി ചൂടായിരുന്നു. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് എപ്പോഴും വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ കൂടുതലായിട്ട് ഇടേണ്ടത് മറ്റേ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അതുപോലെ ഇനി വേണ്ടത് ചിക്കൻ മസാലയാണ്. 1 സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ. കരിയരുത്. നമ്മൾ ലോ ഫ്ലെയിം ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഈ പൊടികളുടെ ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ കാടമുട്ട ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരുപാട് ഹൈ ഫ്ലെയിം ഇട്ടിട്ട് ചെയ്യരുത്. എപ്പോഴും ലോ ഫ്ലെയിം ഇട്ടിട്ട് വേണം ചെയ്യാൻ. അതുപോലെ മുട്ടയിട്ട് കുറെ നേരം ഒന്ന് വേവിച്ചൊന്നും എടുക്കരുത്. മുട്ട ഭയങ്കര ഹാർഡായി പോകും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ആ മസാലയൊക്കെ ഒന്ന് മുട്ടയിൽ പിടിക്കുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ കുറച്ച് മുട്ടയിൽ ഇട്ടിട്ടാണ് പുഴുങ്ങിയെടുത്തത്. എന്നാലും ആ മസാലയിലേക്ക് വേണ്ട കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മളിവിടെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സവോള മൂപ്പിക്കൊന്നും വേണ്ട. സവോള അങ്ങനെ കടിക്കുമ്പോഴാണ് കേട്ടോ അതിന്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കാടമുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ. നമ്മളത് ബീച്ച് സൈഡിൽ ഒക്കെ പോയി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ് തോന്നും. നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പെട്ടെന്ന് കഴിയുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരാം. താങ്ക് യു.